നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, ആ നെഗറ്റീവ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പാർവതിയുടെ കയ്യിലാണ്. അവളത് കയ്യിൽ വെച്ചിട്ട് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ നെഗറ്റീവ് വെച്ച് അവൾ എന്ത് ചെയ്യാൻ ചേച്ചി? എടാ, അങ്ങനെ അവളെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അവൾ അത് വെച്ച് എന്തെങ്കിലും പണി ഒപ്പിക്കും. നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റുഡിയോ അകലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൾ അത് തേടി പിടിച്ച് അവിടെ ചെന്ന് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്ന് ചേച്ചി പറയുന്നത്? പ്രതാപ, ആ നെഗറ്റീവില് എന്താണെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. അത് ചിലപ്പോ എന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ അതിൽ എന്നെ താലി കെട്ടുന്ന ശേഖരമേനോനും ഉണ്ടാവില്ലേ? നെഗറ്റീവിൽ നിന്ന് പ്രിന്റ് എടുത്താൽ എന്നെ വിവാഹം കഴിച്ചത് ശേഖരമേനോനാണെന്ന് അവൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മള് പെടില്ലേ? ആ ഫോട്ടോ അവള് വിശാലിനെയും ഇവിടെയുള്ള മറ്റുള്ളവരെയും കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത് ശരിയാണല്ലോ. ആ ഫോട്ടോ പാർവതിയുടെ കൈ കിട്ടിയ അത് നമുക്കെതിരെയുള്ള വലിയ തെളിവായിരിക്കും. ഇപ്പൊ ഞാൻ ടെൻഷൻ അടിക്കുന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ? അതുകൊണ്ട് ആ നെഗറ്റീവ് പാർവതി ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കണം. അവളുടെ കൈ വെച്ചിരിക്കുന്ന നെഗറ്റീവ് നമ്മൾ എങ്ങനെ എടുക്കും? എടാ, അവൾ അത് വിശാലിന്റെ മുറിയില് രഹസ്യമായി സൂക്ഷിക്കാനാ സാധ്യത. നീ അത് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് അവിടെ നിന്ന് പൊക്കാൻ നോക്കണം. ഇപ്പോഴോ? എടാ, അധികം വൈകാൻ പാടില്ല. വൈകും തോറും നമുക്കത് ആപത്താ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ അത് എടുത്തിട്ട് വരണം. ഇപ്പൊ അത് എടുത്തോണ്ട് വരുമെന്ന് വെച്ചാ ഇത്തിരി പ്രയാസം ചേച്ചി. മിക്കവാറും വിശാലും പാർവതിയും ആ മുറി തന്നെ കാണും. അവരവിടുന്ന് മാറിയാലേ അത് എടുക്കാൻ പറ്റൂ. ഇനിയിപ്പോ അവരവിടെ ഇല്ലാന്ന് തന്നെ കരുതിക്കോ. എന്നാലും അത്ര പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല. പാർവതി ഇത് ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചിരിക്കും. അതുകൊണ്ട് ആ നെഗറ്റീവ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ചിലപ്പോ ഒത്തിരി തിരയേണ്ടി വരും. സമയം എടുക്കുക ചേച്ചി. ശരി ശരി, പാർവതിയും വിശാലിനെയും അവിടെ നിന്ന് മാറ്റണം. അവരുടെ ശ്രദ്ധ ആ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴിയാ? പറയാം. എങ്ങനെയുണ്ട്? ഓക്കേ, ഡൺ. ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. അങ്ങനെ രണ്ടുപേരെ ഇവിടുന്ന് ഒഴിവാക്കിയ നെഗറ്റീവ് ഏത് പാതാളത്തിലാണെങ്കിലും ഞാൻ കൊണ്ടുവരാം. എന്നാ ശരി, നീ ചെല്ല്. എന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.